പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുനാഥ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നപ്പാ. ഇന്ന് ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തരികയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ നടത്തുകയും ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെ ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ചിരിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സകലതും തന്നനുഗ്രഹിക്കുകയും രോഗപീഠകളിൽ നിന്നും സംരക്ഷിക്കുകയും ആപത്തനർത്ഥങ്ങളിൽ നിന്ന് അവിടുത്തെ മക്കളെ പരിപാലിക്കുകയും ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കരുണയുടെ സമയം അവിടുത്തെ നിലയ്ക്കാത്ത കരുണയ്ക്കായി ഞങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും തലമുറകളെ തന്നെയും സഹോദര കുടുംബങ്ങളെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഇപ്പോൾ എന്നെ കേൾക്കുന്നവരെയും പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും വിവാഹപ്രായമായവരെയും ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളെയും തിരുസഭയെയും അവിടുത്തെ സ്നേഹമാവുന്ന കരുണയ്ക്കായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഇന്ന് പ്രാർത്ഥിച്ചു വചനമെടുത്തു. 1 യോഹന്നാൻ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. ആദ്യം തന്നെ എഴുതിയ ഒരു വാക്ക് നാം പരസ്പരം സ്നേഹിക്കണം എന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ വചനഭാഗം വായിക്കണം, ധ്യാനിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. 1 മിനിറ്റ് ഈശോയോട് പറയണം, ഞാൻ വായിച്ച വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരണമേ നാഥ. വചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പറയുന്നു സ്നേഹത്തെക്കുറിച്ച്. ലേഖനത്തിൽ പറയുന്നത് പരസ്പര സ്നേഹത്തെക്കുറിച്ച്. സുവിശേഷം വായിക്കുമ്പോൾ പറയുന്ന തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. സ്നേഹത്തിൻ്റെ ഒരു തീവ്രത കണക്കാക്കാൻ കർത്താവ് അന്ത്യത്താഴ സമയത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്നേഹം പങ്കുവെച്ച് കാണിക്കുന്നു. നാം പരസ്പരം സ്നേഹിച്ചില്ലെങ്കിൽ കായേനെ പോലെയോ ആയിപ്പോകും. അവിടെ ആബേൽ നല്ല ബലി കർത്താവിന് സമർപ്പിച്ചു. അതിൽ അരിശം പൂണ്ട കായേൻ സഹോദരനെ കൊല്ലുന്നതായി കാണാം. തിന്മയുടെ ശക്തി കായേനിൽ കയറിയതിനാലാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആബേലാകട്ടെ നല്ല വസ്തുക്കളാണ് ബലി സമർപ്പിച്ചത്. നാം ബലിയായി നമുക്ക് നൽകാൻ കഴിയുന്നത് നമ്മുടെ ഹൃദയങ്ങളാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഹൃദയം, മറ്റുള്ളവരെ സഹായിക്കുന്ന ഹൃദയം, പാപം നിറയാത്ത ഒരു ഹൃദയം, ഇതൊക്കെയാണ് ഈശോ തമ്പുരാന് ആഗ്രഹിക്കുന്നത്. ഈ ലേഖനത്തിൻ്റെ 18-ാം വാക്യം പറയുന്നു, കുഞ്ഞു മക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇന്ന് നമ്മുടെ മക്കളെക്കുറിച്ച് മറ്റുള്ളവരോട് നാം എന്തെല്ലാം പറയുന്നു, അതിൻ്റെ പേരാണ് പൊങ്ങച്ചം. അതല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ മനസ്സിലാക്കണം. അവർ സത്യമാണോ പറയുന്നത് എന്ന് നോക്കണം. അതിന് നാം ആദ്യം അങ്ങനെ ആയിത്തീരണം. എന്നാൽ മാത്രമേ നമ്മുടെ മക്കൾ നല്ല പ്രവൃത്തിയിലും സത്യസന്ധരും ആകുകയുള്ളൂ. അതിനായി ഈ കരുണയുടെ സമയം മക്കളെയും നമ്മളെയും സമർപ്പിക്കാം. ആമേൻ.